എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ നീതു, പ്രത്യാശ ഹോമിയോപ്പതി ക്ലിനിക്, കേച്ചേരി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പാനീയങ്ങളിലുള്ള പ്യൂരിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ വിഘടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു എൻഡ് പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. ഭൂരിഭാഗം യൂറിക് ആസിഡും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് വൃക്കയിലൂടെ ഫിൽട്ടർ ചെയ്തിട്ട് യൂറിനായിട്ട് പുറന്തള്ളപ്പെടുന്നു. സാധാരണയായിട്ട് ചെറിയൊരു അളവിൽ യൂറിക് ആസിഡ് നമ്മുടെ ബ്ലഡിൽ ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുമ്പോൾ യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റലുകൾ ഫോം ചെയ്തിട്ട് അത് കിഡ്നിയിൽ അടിഞ്ഞുകൂടിയിട്ട് കിഡ്നി സ്റ്റോണും നമ്മുടെ ജോയിൻസിൽ അടിഞ്ഞുകൂടിയിട്ട് സന്ധിവാതം അഥവാ ഗൗട്ട് എന്ന് പറയുന്ന കണ്ടീഷനും ഉണ്ടാക്കുന്നു. ഉയർന്ന അളവിൽ പ്യൂരിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമ്മുടെ യൂറിക് ആസിഡ് കൂടാനുള്ള ഒരു പ്രധാനമായിട്ടുള്ള കാരണമാണ്. അതുപോലെ നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ഫിൽട്രേഷൻ കുറയുകയും അതുവഴിയും നമ്മുടെ ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടി നിൽക്കാൻ കാരണമാവുന്നുണ്ട്. ഡയൂറിറ്റിക്സ് ആയിട്ടുള്ള ചില മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും യൂറിക് ആസിഡ് കൂടി നിൽക്കാറുണ്ട്. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് കൂടുതലായിട്ടും യൂറിക് ആസിഡിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലുള്ള ആളുകൾ റെഡ് മീറ്റ്, ഓർഗൻ മീറ്റ്, ആൽക്കഹോൾ, ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, അതുപോലെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുള്ള മധുര പലഹാരങ്ങൾ, ഷെൽ ഫിഷുകളൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ചീര, ഗ്രീൻ ബീൻസ്, മഷ്റൂം, കോളിഫ്ലവർ മുതലായിട്ടുള്ള പച്ചക്കറികളിലും പ്യൂരിൻ്റെ അളവ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിസ്ത, ബദാം, ഈത്തപ്പഴം, വാൾനട്ട്, ചെറി, ആപ്പിൾ സിഡർ വിനീഗറൊക്കെ കഴിക്കുന്നത് യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു.